ജീവന്റെ ഉദ്ഭവം. RNA എങ്ങനെ രൂപപ്പെട്ടു? ഇതാണ് പുതിയ പഠനം പറയുന്നത്. ലളിതമായ രസതന്ത്രത്തിൽ നിന്ന് സങ്കീർണമായ ജീവശാസ്ത്രത്തിലേക്ക് മാറിയതെങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു. ഏകദേശം 4.3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ സാഹചര്യങ്ങൾ RNA രൂപീകരണത്തിന് അനുയോജ്യമായിരുന്നുവെന്ന് ഒരു പുതിയ പഠനം പറയുന്നു. ആ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നീരാവി, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവയായിരുന്നു. വലിയ ഛിന്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചപ്പോൾ ഉണ്ടായ രാസപരമായ മാറ്റങ്ങൾ RNA രൂപീകരണത്തെ സഹായിച്ചു. RNA ജീവശാസ്ത്രത്തെയും പരിണാമത്തെയും പിന്തുണച്ച ആദ്യത്തെ വിവര തന്മാത്രയായി കണക്കാക്കപ്പെടുന്നു. RNAയാണ് DNAയ്ക്കും പ്രോട്ടീനുകൾക്കും മുൻപ് വന്നതെന്നും അത് രാസ കാറ്റലിസ്റ്റായും ജനിതക രൂപരേഖയായും പ്രവർത്തിച്ചുവെന്നും RNA ലോകസിദ്ധാന്തം പറയുന്നു. RNA എങ്ങനെ രൂപപ്പെട്ടുവെന്ന് വിശദീകരിക്കുന്ന ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് മോഡൽ DSM-6 പരസ്പരം ബന്ധിപ്പിച്ച ഘട്ടങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ മോഡലിന്റെ ആദ്യഘട്ടം അന്തരീക്ഷവാതകങ്ങൾ റിബോസ് പോലുള്ള പെൻഡോസ് പഞ്ചസാരകളായി മാറുന്നതാണ്. അവസാനമായി ന്യൂക്ലിയോടൈഡ് പ്രീകസറുകൾ അഗ്നിപർവ്വത ബസാൾട്ട് ഗ്ലാസിലെ കാറ്റലിസിസിലൂടെ RNA ചെയിനുകളായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഈ 6 ഘട്ടങ്ങളും മനുഷ്യന്റെ ഇടപെടലില്ലാതെ യഥാർത്ഥ പ്രകൃതി പരിതസ്ഥിതിയിൽ ഒരുമിച്ച് സംഭവിക്കുമോ എന്ന് ഗവേഷകർ പരീക്ഷിച്ചു. പുരാതന ഭൂമിയിലെ സാഹചര്യങ്ങൾ ലാബിൽ പുനഃസൃഷ്ടിച്ചു. അഗ്നിപർവ്വത ബസാൾട്ടിനാൽ ചുറ്റപ്പെട്ട ഭൂമിക്കടിയിലെ ജലസംവിധാനങ്ങൾ അവർ അനുകരിച്ചു. RNA രൂപീകരണം മനുഷ്യന്റെ ഇടപെടലില്ലാതെ തുടർച്ചയായി സംഭവിക്കുമോ എന്ന് പരിശോധിക്കാൻ എല്ലാ ചേരുവകളും ഒരേ സമയം ഒരുമിച്ച് ചേർത്തു. ബോറേറ്റ് എന്ന ധാതുവിന് ഈ പ്രക്രിയയിൽ ഒരു പ്രധാന പങ്കുണ്ട് എന്ന് കണ്ടെത്തി. ബോറേറ്റ് രാസപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ ഇത് തികച്ചും വിപരീത ഫലമാണ് നൽകിയത്. ബോറേറ്റ് അനാവശ്യമായ ഉപോത്പന്നങ്ങളെ നീക്കം ചെയ്യുകയും RNA സിന്തസിസിനാവശ്യമായ pH നിലനിർത്തുകയും ചെയ്തു. ഈ കണ്ടെത്തലുകൾ പ്രകാരം 100 to 200 യൂണിറ്റ് നീളമുള്ള RNA ചെയിനുകൾ സ്വാഭാവികമായി രൂപപ്പെടാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു. ഈ കണ്ടെത്തലുകൾ ജീവന്റെ ഉത്ഭവരഹസ്യം കണ്ടെത്താൻ നമ്മെ ഒരു പടി കൂടി അടുപ്പിക്കുന്നു.